സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവം യോനായോട് അരുളി ചെയ്യുകയാണ്, യോന, നീ നിനവേ പട്ടണത്തിലേക്ക് ചെന്നിട്ട് അതിന് വിരോധമായി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് യോനായെ ദൈവം അയക്കുകയുണ്ടായി. ഒരു പട്ടണത്തിലേക്ക് അയച്ചു. നിനവേ പട്ടണം ഒരു മഹാനഗരമാണ്. ആ കാലത്ത് 1,20,000 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. ഈ കാലത്തെ പോലെ അന്ന് പട്ടണങ്ങളിൽ ഒരുപാട് ജനസംഖ്യ ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തു ജനിച്ച സമയത്തും ജനസംഖ്യ വളരെ കുറവായിരുന്നു. നസ്രത്തിൽ ഒരു 100 വീടുകൾ ഉണ്ടായിരുന്നു. ചെറിയൊരു ഗ്രാമമാണ്. യെരുശലേമും ആ കാലത്ത് അതുപോലെ വളരെ കുറച്ച് ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പഴയ നിയമത്തിൽ പറയുന്ന സ്ഥലങ്ങൾ എല്ലാം വളരെ ചെറിയ സ്ഥലങ്ങൾ ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെ അത്രയധികം ജനപ്പെരുപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ 1,20,000 പേർ എന്ന് പറയുന്നത് അത് വളരെ വലിയ ഒരു ജനസംഖ്യ ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിനവേ പട്ടണത്തിൽ പാപം പെരുകാനിടയായി. ദൈവം യോനായെ വിളിച്ചിട്ട്, നീ അവിടേക്ക് പോകൂ, ആ പട്ടണത്തിന് മുന്നറിയിപ്പ് കൊടുക്കൂ. ഈ കാലത്ത് പട്ടണങ്ങളിൽ അധികം മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ചിലർ പറയാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് പട്ടണത്തിൽ ചെയ്യുന്നത്, ഗ്രാമത്തിൽ സേവ ചെയ്യില്ലേ? ഗ്രാമങ്ങളിൽ എത്രമാത്രം ദൈവസേവ ചെയ്തെന്നറിയാമോ? എത്രയോ ഗ്രാമങ്ങളിൽ നടന്നിട്ട് ദൈവവേല ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിൽ സ്കൂൾ ബെഞ്ചുകളിൽ കിടന്നിട്ട്, ചെറിയ ബെഞ്ച് കണ്ടിട്ടില്ലേ സ്കൂളിൽ? അതുപോലെ കാളവണ്ടിയിൽ കയറിയിട്ട്, റിക്ഷയിൽ കയറിയിട്ട്, കുതിരവണ്ടിയിൽ കയറിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കാലത്ത് TV പ്രോഗ്രാമുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആരാണെന്നറിയാമോ? ഗ്രാമങ്ങളിലുള്ളവരാണ് അത് കാണുന്നത്. പൊതു മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ പങ്കെടുക്കുന്നത് ആരാണെന്നറിയാമോ? ഗ്രാമങ്ങളിൽ ഉള്ളവരാണ്. നമ്മളും ഗ്രാമത്തിലായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. നാം അത് മറന്നുപോയി. ആദ്യ സമയത്ത് ഹൈദരാബാദ് ഇങ്ങനെ ഉണ്ടായിരുന്ന നഗരമല്ല. ആദ്യം മുതലേ ഹൈദരാബാദ് ഇങ്ങനെ ഉണ്ടായിരുന്ന പ്രദേശമല്ല. പട്ടണങ്ങൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം അവിടെ കമ്പനികൾ വരുന്നു, പുതിയ ബിസിനസ്സുകൾ ഉണ്ടാകുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു, പുതിയ പുതിയ വ്യാപാരങ്ങൾ വരുന്നു. അതുകൊണ്ട് പട്ടണങ്ങൾ പുരോഗതി പ്രാപിക്കുകയാണ്. ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിലേക്ക് ചേക്കേറുന്നു. അതുകൊണ്ട് പട്ടണങ്ങളിൽ ജനസാന്ദ്രത കൂടി വരുന്നു. നിനവേ പട്ടണത്തിലേക്ക് ചെന്നിട്ട് അതിന് വിരോധമായിട്ട് സംസാരിക്കൂ. ആ കാലത്ത് നിനവേ പട്ടണം, അതുപോലെ അവിടെയുള്ള ജനങ്ങൾ ഇസ്രായേലിനെ വിരോധമായി പ്രവർത്തിച്ചവരാണ്. യോനായ്ക്ക് അതുകൊണ്ട് ഇഷ്ടമല്ല അവരെ. യോനായ്ക്ക് അവരെ വെറുപ്പായിരുന്നു. ദൈവത്തിൻ്റെ മക്കൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരുടെ അടുക്കൽ ഞാനെന്തിനു പോകണം? ദൈവത്തിൻ്റെ മക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരോട് ഞാനെന്തിനാണ് സുവിശേഷം പറയേണ്ടത്? അതിൻ്റെ ആവശ്യമെന്താണ്? അവർ ചാവുകയാണെങ്കിൽ ചാകട്ടെ. ദൈവം നിനവേൽ പോകാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം തർശീസിലേക്ക് പോകുന്നതായി ഒരു കപ്പലിൽ കയറി പോകാനിടയായി. നിനവേലേക്ക് പോകൂ, അവിടെ ചെന്ന് സുവിശേഷിക്കൂ, അവിടെയുള്ള അന്ധന്മാർക്ക് സൗഖ്യം കൊടുക്കുവാൻ, രോഗമുള്ളവർക്ക് സൗഖ്യം കൊടുക്കാൻ വേണ്ടി അവിടേക്ക് പോകൂ എന്ന് പറഞ്ഞപ്പോൾ പോകേണ്ടിയിരുന്നതായിരിക്കുന്ന യോന അവിടെ ചെന്നിട്ട് എന്താണ് സംസാരിക്കേണ്ടിയിരിക്കുന്നത്? നിങ്ങൾക്ക് നാശമുണ്ടാകുവാൻ പോകുന്നു, നിങ്ങളെ ദൈവം നശിപ്പിക്കുവാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ നശിക്കുന്ന കാര്യം പോകട്ടെ, ആദ്യം നീ നിന്റെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ നോക്കൂ, നിന്റെ ഹൃദയം നശിപ്പിക്കാതിരിക്കാൻ നോക്കുക. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ വേലയ്ക്കും വലിയ പ്രതിഫലമുണ്ട്. ദൈവം എപ്പോഴും നമ്മെക്കുറിച്ച് ആലോചിക്കുന്നത് ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ നിത്യ നരകത്തിലേക്ക് പോകുന്ന ഒരു ആത്മാവിനെ നിത്യജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ്, അവരെ രക്ഷിക്കുന്നത് ആണ്. അതുപോലെ ദൈവ ആലയത്തിൽ വന്നിട്ട് ദൈവവചനം കേൾക്കുന്നത് അവരുടെ ജീവിതത്തെ രക്ഷ നേടുന്നതിന്, അതുപോലെ ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി അറിയുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ ദൈവദാസന്മാരെയും പ്രവാചകന്മാരെയും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഭയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ വെറുതെ മോടി കാണിക്കുവാനോ, ലൗകിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ, ആഡംബര ജീവിതത്തെ പ്രസംഗിക്കുവാനോ, അത്ഭുതങ്ങൾ ചെയ്യുവാനോ അല്ല. യോന രക്ഷപ്പെട്ടിട്ട് ഓടിപ്പോകാമെന്ന് വിചാരിച്ചപ്പോൾ ദൈവം സമുദ്രത്തിൽ പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ മുങ്ങിപ്പോകാൻ തുടങ്ങിയ സമയത്ത് യോന മുഖാന്തരമാണ് ഇത് ഉണ്ടായെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ മത്സ്യം അവനെ വിഴുങ്ങി. 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ അവൻ എന്തു ചെയ്തെന്നറിയാമോ? അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്. ആഹാരം ഒന്നും അവനില്ലായിരുന്നു, ഉപവാസ പ്രാർത്ഥനയാണ് ചെയ്തത്. ആ മത്സ്യവും ഉപവാസമായിരുന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ പാസ്റ്ററും പ്രാർത്ഥനയായിരുന്നു. അവസാനം വെളിയിൽ വന്നപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു. അവന്റെ തെറ്റ് മനസ്സിലായി. അവൻ അത് ഏറ്റുപറയാനിടയായി. പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, നീതിമാന്മാർക്ക് വേണ്ടിയല്ല, രോഗികൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. യാക്കോബ്
യാക്കോബും യോഹന്നാനും യേശുവും കൂടെ ചെന്നപ്പോൾ ശമരിയ പ്രദേശത്തേക്ക് അവരെ കയറ്റിയില്ല. അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് അവർ തടയാനിടയായി. ഇവർ രണ്ടുപേരും എന്ത് പറഞ്ഞെന്നറിയാമോ? ആകാശത്ത് നിന്ന് തീ അയച്ചിട്ട് ഇവരെ ദഹിപ്പിച്ചു കളയുക, അങ്ങയെ അവർ തടയുന്നുവല്ലോ, അതുകൊണ്ട് ഇവരെ ആകാശത്ത് നിന്ന് തീ ഇറക്കിട്ട് ദഹിപ്പിച്ചു കളയാമോ? അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? ഏതാത്മാവിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്? മനുഷ്യപുത്രൻ നശിപ്പിക്കാൻ വേണ്ടി അല്ല, മനുഷ്യരെ രക്ഷിപ്പാൻ വേണ്ടിയാണ് വന്നത്. എന്താണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെ തല്ലുവാനും അവരെ കൊല്ലുവാനും അവരെ നശിപ്പിക്കുവാനും അവരെ ശപിക്കുവാനും വേണ്ടി ആണോ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ഇന്ന് സുവിശേഷം ആർക്കാണ് ആവശ്യം? നശിച്ചു പോകുന്നവർക്കാണ് സുവിശേഷം ആവശ്യം. ചർച്ചിലുള്ളവർക്ക് സുവിശേഷം ആവശ്യമില്ല, സത്യമാണ്. ചർച്ചിലുള്ളവർക്ക് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം ഉണ്ടാകേണ്ടതാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകണം. ഈ കാലത്ത് എത്രയോ ആളുകൾ പാപത്തിൽ കിടക്കുന്നു, മദ്യപാനത്തിന്, മയക്കുമരുന്നിന് അടിമകളായി കിടക്കുന്നു, ദുശീലങ്ങൾക്ക് അടിമയാകുന്നു. അങ്ങനെയുള്ളവരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ വേണ്ടി അവരുടെ അടുക്കൽ ചെന്നിട്ട് സുവിശേഷം പ്രസംഗിക്കണം, യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കണം എന്നുള്ള ഭാരം ഇപ്പോഴില്ല. അങ്ങനെ അത് തിരിച്ചറിഞ്ഞ യോന നിനവിലേക്ക് പോയി 3 ദിവസം അവിടെ പ്രസംഗിച്ചു. ഇതാ 40 ദിവസത്തിനുള്ളിൽ ദൈവം നിങ്ങളെ നശിപ്പിക്കും, നിങ്ങൾക്ക് നാശം വരാൻ പോവുകയാണ്. അതാണ് അവന്റെ പ്രസംഗ വിഷയം. അല്ലാതെ 1 മണിക്കൂർ പ്രസംഗിച്ചില്ല. ഒരേ ഒരു വാക്ക് മാത്രം. ഇത്രമാത്രമാണ്: 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നാശമുണ്ടാകാൻ പോകുന്നു, നാശം വരാൻ പോകുന്നു, ദൈവം നശിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവുകയാണ്. ആ വാക്കുകൾ നിനവെ പട്ടണത്തിലുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ആഞ്ഞ് പതിച്ചു. അവരുടെ ഹൃദയങ്ങൾ തകർന്നുപോയി. രാജാവ് മുതൽ സാധാരണക്കാരൻ വരെ രാജാവ് സിംഹാസനത്തിൽ നിറങ്ങിയിട്ട് രട്ടുടുത്ത് ഉപവാസമിരുന്ന് പ്രാർത്ഥിക്കാനിടയായി. അതാണ് ഉണർവെന്ന് പറയുന്നത്. ഈ കാലത്ത് ഉണർവെന്ന് പറഞ്ഞാൽ ലോകത്തിൽ കാണാനേയില്ല. ഒരു കാലത്ത് ആ ഉണർവിൻ്റെ ജ്വാലയാലാണ് ക്രിസ്ത്യാനിത്വം വളർന്നു വന്നത്. സഭകൾ വളർത്തുന്നതിനു വേണ്ടി മനുഷ്യന്റെ പ്രയത്നവും ഒരുപാട് പരിശ്രമവും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് ആളുകളെ കൂട്ടുവാനും ആകർഷിക്കുവാനും പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയത്ത്, ദൈവത്തിന്റെ വചനങ്ങൾ സത്യമായി വിളിച്ചു പറയുന്നതായ സമയത്ത് ആത്മാക്കൾ രക്ഷിക്കപ്പെടും, ഉണർവ് ഉണ്ടാകാനും ഇടയാകും. നിനവേൽ ഉണർവ് വന്ന സമയത്ത് എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി. മൃഗങ്ങൾ പോലും ഭക്ഷണം വർജിക്കുവാൻ ഇടയായി. ദൈവം അവർക്ക് ചെയ്യുവാനിരുന്ന ദോഷം വിട്ടുമാറാനിടയായി. എന്താണ്? നമ്മുടെ പാപത്തിനു വേണ്ടി നാം പശ്ചാത്തപിക്കുന്ന സമയത്ത് അവൻ കരുണയുള്ള ദൈവമാണ്. നമ്മുടെ തെറ്റുകൾ നാം ഏറ്റുപറയുമ്പോൾ നമ്മോട് ക്ഷമിക്കും, അല്ലാതെ അവൻ നമ്മെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. നിനവെ പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെടാനിടയായി. അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം ദൈവം മറ്റൊരു പ്രവാചകനെ അവിടേക്ക് അയച്ചു. ആ പ്രവാചകനാണ് നഹൂം. നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം. നിനവേക്കുറിച്ചുള്ള പ്രവാചകം, നിനവേക്കുറിച്ചുള്ളതായ പ്രവാചകം. ഒരു തവണ അവർ അനുദപിക്കുവാൻ ഇടയായി. ഒരു പ്രാവശ്യം ദൈവം അവരോട് ക്ഷമിച്ചു. അവരിലെ ശാപമെല്ലാം അഴിച്ചുമാറ്റപ്പെടാനിടയായി. എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ ശാപം അഴിച്ചുമാറ്റപ്പെടുന്നത്, അപ്പോൾ നമ്മിൽ അനുഗ്രഹം ഉണ്ടാകുവാനിടയാകും. ഈ നിനവയിലെ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടാനിടയായി. അവർക്ക് വ്യാപാരം വർദ്ധിച്ചു, വസ്തുവകകൾ വർദ്ധിച്ചു, അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, എല്ലാ രീതിയിലും അനുഗ്രഹം പ്രാപിച്ചു. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം യഥാർത്ഥമായ കാര്യം അവർ മറന്നുപോയി. ആരാണ് അവരുടെ പാപങ്ങൾ ക്ഷമിച്ചത്, എങ്ങനെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം അവർ പ്രാപിച്ചത് എന്നുള്ളതെല്ലാം മറന്നുപോയിട്ട് നിനവേക്കാർ ദൈവത്തെ മറന്നുപോകാനിടയായി. ഈ കാലത്തും അനുഗ്രഹിക്കപ്പെട്ട ശേഷം വിശ്വാസികൾ കൂടുതൽ പേരും ദൈവമായിട്ടുള്ള ആ പഴയ സ്നേഹവും ബന്ധവും മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല. ഒന്നുമില്ലാതിരുന്ന സമയത്ത്, കഷ്ടത സമയത്ത് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിക്കും, ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കാനിടയാകും. എന്നാൽ ദൈവം അനുഗ്രഹിച്ച ശേഷം 3 മിനിറ്റ് പോലും പ്രാർത്ഥിക്കത്തില്ല. കണ്ടില്ലേ? നിനവേ പട്ടണം അനുഗ്രഹിക്കപ്പെട്ടു, ദൈവം എല്ലാം കൊടുത്തു. ആ നിനവേ പട്ടണത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കാനിടയായി. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട നഗരമായിരിക്കുന്ന നിനവേ ഒരു മഹാനഗരമായി മാറുകയായിരുന്നു. എന്നാൽ അവർ ദൈവത്തെ വീണ്ടും മറന്നുപോയപ്പോൾ നഹൂം പ്രവാചകനെ ദൈവം അങ്ങോട്ടയച്ചു. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അവൻ സ്നേഹമുള്ളവൻ, അവൻ ദയയുള്ളവൻ, കരുണയുള്ളവൻ, ക്ഷമിക്കുന്നവൻ, ദീർഘക്ഷമായി ഉള്ളവൻ, കൃപയുള്ള ദൈവം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ അത്രമാത്രമേ മനസ്സിലാക്കിയിരിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ ദൈവത്തിന്റെ പൂർണ്ണതയെ നിങ്ങൾ തിരക്കുന്നില്ല. ദൈവത്തിന്റെ പൂർണ്ണത എന്താണെന്ന് നോക്കൂ.
2-ാം വാക്യം, ദൈവം തീക്ഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവ ദീർഘക്ഷമയുള്ളവനാണ്, എന്നാൽ അവൻ ദോഷികളെ ശിക്ഷിക്കാതെ വിടില്ല. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്, എന്നാൽ അവന്റെ കോപം ക്ഷണം മാത്രം മതി. എന്താണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഇതിൽ കൂടുതൽ ശ്വാസം എനിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ദീർഘമിട്ടുകൊള്ളൂ. എത്ര ദീർഘമെന്ന് വെച്ചാൽ നിങ്ങൾ 30 വയസ്സിൽ, 40 വയസ്സിൽ, 50 വയസ്സിൽ, എത്രയോ തവണ, എത്രയോ വർഷങ്ങളിൽ നിങ്ങൾ എത്രയോ പ്രാവശ്യം ദൈവത്തെ വിഷമിപ്പിച്ചാലും അവൻ ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ അനുതപിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് തിരിയുന്നില്ല എങ്കിൽ, നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുന്നില്ല എങ്കിൽ, അവനിൽ നിങ്ങൾ ആശ്രയിക്കുന്നില്ല എങ്കിൽ, അവന്റെ കോപം ക്ഷണം. എന്താണ് ക്ഷണം? നേരത്തേക്ക് യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസ്സാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഓ നിനവേ, നീ മാനസാന്തരപ്പെട്ടു, നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, നീ അനുതപിച്ചു. അന്ന് ഞാൻ നിന്നെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചതാണ്. എന്നാൽ നിന്റെ അനുതാപം കണ്ടിട്ട്, നിന്റെ കണ്ണുനീര് കണ്ടിട്ട്, നിന്റെ പശ്ചാത്താപം കണ്ടിട്ട്, എൻ്റെ മനസ്സ് മാറ്റിയിട്ട് ഞാനൊരു ദോഷവും ചെയ്യാതെ നിന്നെ അനുഗ്രഹിക്കാനിടയായി. എന്നാൽ ഇന്ന് നിനവേ, നീ എന്നെ മറന്നുപോയിരിക്കുന്നു. എനിക്ക് വിരോധമായിരിക്കുന്ന ആലോചനയാകുന്നു നിന്നിൽ ഉള്ളത്. എനിക്ക് വിരോധമായി സംസാരിക്കുന്ന ആളുകൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 14-ാം വാക്യം വായിക്കാം. എന്നാൽ യഹോവ നിന്നെക്കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനിയൊട്ടു ഉണ്ടാവുകയില്ല. ഏയ് നിനവേ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മഹാനഗരമെന്ന് വിളിക്കപ്പെടുന്ന നിനവേ, യഥാർത്ഥത്തിൽ ഇനി നിന്റെ പേര് പോലും വെളിയിൽ വരാതെ നിന്നെ നശിപ്പിക്കുന്ന ദിവസം വരികയാണ്. എന്താണ് നിനവയിലുള്ളതായ പാപം? 3-ാം വാക്യം, രക്തപാതകന്മാരുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം. എന്നുള്ള പട്ടണങ്ങളിൽ നോക്കൂ, എത്രമാത്രം വഞ്ചന നടക്കുന്നുണ്ട്, എത്ര മോഷണം നടക്കുന്നു, എത്രമാത്രം കുലപാതകങ്ങൾ നടക്കുന്നുണ്ട്, എത്ര വലിയ അഴിമതികൾ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരമായി ഈ ലോകത്തിൽ ആശ്രയിച്ചിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. ലോക മാലിന്യത്തിൽ അകപ്പെട്ട് ലോക രീതിയിൽ തന്നെ നാം ആകുന്നു. ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അടുത്ത വാക്യം വായിക്കാം, 4-ാം വാക്യം, പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട്, അതായത് ക്ഷുദ്രപ്രയോഗവും വ്യഭിചാരവും ഇവിടെ നടക്കുന്നു. ഇന്നുള്ള പട്ടണങ്ങളിലുള്ള ക്ലബ്ബുകളിൽ, പബ്ബുകളിൽ എത്രയോ യൗവനക്കാർ പബ്ബുകളിലേക്ക് പോകുന്നുണ്ട്. ലജ്ജയില്ലാതെ അർദ്ധനഗ്നരായി വസ്ത്രങ്ങൾ ധരിച്ച്. പബ്ബെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ലെന്നു. ഞാൻ ഒരു വ്യക്തിയോട് ഒരു ദിവസം ചോദിച്ചു, എന്താണ് പബ്ബെന്ന് പറഞ്ഞാൽ? അപ്പോൾ അയാൾ പറഞ്ഞു, പബ്ബെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം മദ്യപിച്ച് മതോന്മത്തരായിട്ട് പരസ്പരം അങ്ങോട്ട് കൈകൾ കോർത്ത് പിടിച്ച് ഡാൻസ് കളിച്ച് അട്ടഹസിക്കുന്നതാണ് പബ്ബെന്ന് പറയുന്നത്. ആഗ്രഹത്തോടു കൂടി ഒരു സ്ത്രീയെ നോക്കിയാൽ അതും പാപമാണെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ജാരത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് കർത്താവ് നമുക്ക് ഉപദേശിച്ചു തന്നപ്പോൾ, നിന്റെ ശരീരത്തെ നിനക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിച്ചാൽ ദൈവം മിണ്ടാതിരിക്കുമോ? നിങ്ങളുടെ ശരീരം വിശുദ്ധമായതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആരെങ്കിലും ശരീരത്തെ നശിപ്പിച്ചാൽ ഞാനും നിങ്ങളെ നശിപ്പിക്കുമെന്നാണ്. എത്രയോ യൗവനക്കാർ ഇന്ന് പലതരത്തിലുള്ള രോഗത്തിൽ അകപ്പെട്ടിരിക്കുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള വ്യാധികൾ. എന്തുകൊണ്ടാണ് ഈ കാലത്ത് അനേകം യൗവനക്കാർ ആത്മഹത്യ ചെയ്യുന്നത്? ഈ കാലത്ത് എവിടെ നോക്കിയാലും വ്യഭിചാരവും മറ്റും വർദ്ധിച്ചു വരുന്നത് കാണാം. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 16-ാം വാക്യം വായിക്കാം. നിന്റെ വർത്തകന്മാരെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വർദ്ധിപ്പിച്ചുവല്ലോ. വ്യാപാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വേണം, മറ്റ് ദേശങ്ങളിൽ നിന്ന് മുതൽ മുടക്കുന്നവർ വേണം. ഈ കാലത്ത് ഇതിൻ്റെ മധ്യയിൽ നാം വീണുകിടക്കുമ്പോൾ എവിടെയും വ്യാപാരമാണ് നമുക്ക് കാണുന്നത്. എങ്ങനെ പണം ഇറക്കിയിട്ട് പണം വർദ്ധിപ്പിക്കണം, കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ള ആലോചന കൊണ്ട്, അതുപോലെ നമ്മുടെ വസ്തുവകൾ എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും, ഏത് രീതിയിൽ കൂടെ നമ്മൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ കഴിയും എന്നുള്ള പരിശ്രമത്തിലാണ് ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്? ലോകം മുഴുവനും പണത്തിന് പിന്നാലെ പോകുന്നു, പേരിന് പിന്നാലെ പോകുന്നു, പ്രശസ്തിക്ക് പിന്നാലെ പോകുന്നു. ഇനിയും വലിയവനാകണമെന്ന് പറഞ്ഞു പോകുന്നു.
ലോകത്ത് സുഖത്തോടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സന്തോഷത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? നാം എന്താണ് ചെയ്യേണ്ടത്? നീയും അതിന് പിന്നാലെ പോയാൽ, നീയും അവരുടെ പോലെ പോയാൽ, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നീയും പോകുകയാണെങ്കിലും നീയും അവരെ പോലെയാണ് ജീവിക്കുന്നത്. പണം സമ്പാദിക്കാനായി ഓടുന്നുവെങ്കിൽ, പേര് നേടുവാൻ വേണ്ടി ഓടുന്നുവെങ്കിൽ, സുഖം അന്വേഷിച്ച് നീ ഓടുന്നുവെങ്കിൽ, നിനക്കും അവർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്നെ സംബന്ധിച്ച് ജീവിക്കുന്നതിന് പണത്തിനു വേണ്ടിയാണ്. എന്താണ് ജീവിക്കുന്നത്? പണത്തിനു വേണ്ടിയാണെന്നാണോ? എന്നെ സംബന്ധിച്ച് ജീവിതമെന്ന് പറയുന്നത് ജോലിയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതമെന്ന് പറയുന്നത് വ്യാപാരമാണ്. എന്നെ സംബന്ധിച്ച് ജീവിതമെന്ന് പറയുന്നത് ഡ്യൂട്ടിയാണ്. എന്നെ സംബന്ധിച്ച് ജീവിതമെന്ന് പറയുന്നത് തീറ്റയാണ്. എന്താണ്? ദൈവത്തിൻ്റെ മക്കൾ എത്രയോ തവണ ഈ പാട്ടുകൾ പാടുന്നു. എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എൻ്റെ ജീവിതം ക്രിസ്തുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് അല്പമെങ്കിലും സ്ഥലമുണ്ടോ? ഒരു കാര്യത്തിലെങ്കിലും ദൈവത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റാലുടൻ ദൈവത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? കോഫിക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? രാവിലെ എഴുന്നേറ്റാലുടൻ തന്നെ എൻ്റെ ഫോൺ എവിടെയാണെന്നാണോ നോക്കുന്നത്? അതോ എൻ്റെ ബൈബിൾ എവിടെ എന്നാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? പറയൂ നിങ്ങൾ. അതിരാവിലെ എഴുന്നേറ്റാലുടൻ തന്നെ ആ വചനം കയ്യിലെടുത്തിട്ട് ദൈവം ഇന്ന് എന്താണോ എന്നോട് സംസാരിക്കാൻ പോകുന്നത്? ദൈവമേ, ഈ ദിവസം മുഴുവൻ നിന്റെ മാർഗം എനിക്ക് ഉപദേശിച്ചു തരണം. നിന്റെ സഹായം ഇന്ന് എനിക്ക് വേണം. നിന്റെ സാന്നിധ്യം എനിക്കിന്ന് വേണം. നിന്റെ ബലം എനിക്ക് വേണം എന്ന് നിങ്ങൾ എഴുന്നേറ്റാലുടൻ തന്നെ പ്രാർത്ഥിച്ചിട്ടാണോ നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത്? എഴുന്നേറ്റാലുടൻ തന്നെ ഇന്നലെ രാത്രി എത്ര മെസ്സേജുകൾ വന്നു കാണും? എന്നാണ്? എന്തെങ്കിലുമൊക്കെ മിസ്സായിപ്പോയോ? ഫേസ്ബുക്കിൽ ആരുടെയൊക്കെ ഫേസുകൾ ഇട്ടിട്ടുണ്ട്. ആ ഫേസ് നോക്കണം, ഈ ഫേസ് നോക്കണം. യേശുവിന്റെ ഫേസ് ആരും നോക്കത്തില്ല. എന്താണ്? യേശുവിലേക്ക് നോക്കിയിട്ട് നീ മുൻപോട്ട് ആഞ്ഞ് നിന്റെ ഓട്ടം തികച്ചുകൊള്ളുവാൻ പറയുമ്പോൾ ഇന്ന് യേശുവിലേക്ക് നോക്കുന്നവർ എവിടെയാണ്? ആരാണ് നോക്കുന്നത്? നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അവസാനം നോക്കുന്നത് എന്താണ്? ഒന്ന് പറയൂ. ഉറങ്ങുവാൻ വേണ്ടി ബെഡിലേക്ക് കയറുമ്പോൾ അവസാനം നോക്കുന്നത് എന്താണ്? പറയൂ. വചനമാണോ? ഫോണാണോ? എന്നാൽ ഇന്നുള്ള മനുഷ്യരെ സംബന്ധിച്ച് ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല. ലോകകാര്യങ്ങൾക്ക് വേണ്ടി അവർ സമയം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഇന്ന് നീ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അനുസരിക്കാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാത്ത ആളുകളാണെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം പാപം ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളോട് തീർച്ചയായും ദൈവം കരുണ കാട്ടും. പാപം എവിടെയുണ്ടോ അവിടെ അവന്റെ കൃപ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നശിച്ചു പോകുവാൻ തുടങ്ങുന്നതായ നിനവെ പട്ടണം ദൈവം എങ്ങനെയാണ് വീണ്ടും രക്ഷിച്ചത്, അതേപോലെ നിന്റെ ജീവിതവും ദൈവം രക്ഷിക്കുവാൻ ഉള്ള അവസരം ഉണ്ട്. എന്നാൽ ഒരു തവണ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ഒരു തവണ അവന്റെ സ്നേഹം രുചിച്ചറിഞ്ഞതിന് ശേഷം, ഒരു തവണ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ പൈതലായി സ്നാനം എടുത്ത ശേഷം, ഒരു തവണ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് അവന്റെ വചനം കേട്ട് അവന്റെ ആലയത്തിൽ സ്ഥിരമായി പോയിട്ട് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്നൊക്കെ തീരുമാനം എടുത്തതിന് ശേഷം തെറ്റിപ്പോയാൽ, ദൈവത്തെ മറന്നു പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരുവാൻ ഇടയാകും. ഈ ദിവസം പിന്മാറ്റക്കാർ എന്ന് പറയും, അതായത് ഭക്തിഹീനന്മാർ. എന്താണ് പിന്മാറ്റക്കാർ എന്ന് പറയുന്നത്? അവിശ്വാസികളല്ല. പിന്മാറ്റക്കാർ എന്ന് പറഞ്ഞാൽ ദുർമാർഗികളല്ല. അവർ ഒരിക്കൽ വിശ്വാസികളായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർക്ക് ഭക്തി കുറവായിരിക്കുന്നു. ഭക്തി പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയി. എന്നെ യേശു അനുഗ്രഹിച്ച ശേഷം, എന്നെ കർത്താവ് രക്ഷിച്ചതിന് ശേഷം ഞാൻ ഏത് അവസ്ഥയിലാണെങ്കിലും ഞാൻ അവനെ വിട്ടുമാറാൻ പാടില്ല. ഞാൻ അവനെ മറന്നു പോകരുത്. അവന്റെ മാർഗം ഉപേക്ഷിക്കാൻ പാടില്ല. ഞാൻ അവന്റെ ഹിതം ചെയ്യണം എന്ന് ഓരോ വിശ്വാസികളും ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് സന്തോഷിക്കും. ഇല്ല എങ്കിൽ ദൈവത്തിന്റെ കോപത്തിന് നാം ഇരയാകും. ദൈവം ചെയ്ത കാര്യങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഉള്ളത് നഷ്ടപ്പെടുത്തും. നിനവെ പട്ടണം ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം മറന്നു പോകാനിടയായി. സകലതും നഷ്ടപ്പെട്ടു. ഹിസ്കിയാവിനോട് യെശയ്യാവ് പറഞ്ഞു, എന്തെല്ലാം കാണിച്ചു കൊടുത്തു? ഭവനത്തിലുള്ള സകലതും കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തില്ലേ? നിന്നെ സൗഖ്യമാക്കിയ ദൈവത്തെ കാണിച്ചു കൊടുത്തില്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ കാണിച്ചു കൊടുത്ത സകലതും നിനക്ക് നഷ്ടമാകുമെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നീ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട് നിനക്ക് ഉള്ള സകലതും നഷ്ടമായി പോകുമെന്ന് പറഞ്ഞു. നീ നിഗളിച്ചതുകൊണ്ട്, അഹങ്കരിച്ചതുകൊണ്ട്, നിനക്ക് 15 വർഷം ദൈവം നീട്ടി തന്നതുകൊണ്ട് നീ എത്ര നന്ദിയോടെ ആയിരിക്കണം. ഞാൻ എപ്പോഴോ മരിച്ചു പോവേണ്ടവനായിരുന്നു, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് പറയേണ്ട നീ എന്റെ സമ്പത്ത്, എന്റെ യുദ്ധം, എന്റെ സൈന്യം, തന്റെ മഹത്വം പറയാനിടയായി. അതുകൊണ്ട് അവന് സകലതും നഷ്ടപ്പെട്ടു പോകാനിടയായി. സകലതും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നാം ആരും ദൈവത്തിന്റെ സന്നിധിയിൽ അഹങ്കരിക്കുവാൻ പാടില്ല. ദൈവം മുന്നറിയിപ്പ് നൽകുകയാണ്,
ഈ അന്ത്യനാളുകളിൽ മനുഷ്യർ നന്ദി ഇല്ലാത്തവരായി മാറുകയാണ്. 2 തിമോത്തിയോസ് 3-1 മുതലുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഈ അന്ത്യകാലത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് എന്ന് പറയുന്ന വിശ്വാസികളെ, ദൈവം എന്റെ ശാപങ്ങൾ അടിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എനിക്ക് നന്മകൾ തന്നു, ദൈവം എന്നെ ഉയർത്തി, ദൈവം എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നവരെ, ഇങ്ങനെയുള്ളവർ നിന്ന് അകന്നു നിൽക്കുക. സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പു പറയുന്നവർ, ദൂഷകന്മാർ, നന്ദികെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ക്രൂരന്മാർ, സൽഗുണദ്വേഷികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ, ദൈവത്തെക്കാൾ ലോകത്തെ സ്നേഹിക്കുന്ന ആളുകൾ, പുറമേ ഭക്തിയുള്ളവരായി നടന്നിട്ട് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ ആയിരിക്കും. അവരിൽ നിന്ന് നീ അകന്നു നിൽക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷാഭാഗ്യത്തിനു വേണ്ടി അവനെ നമുക്ക് സ്തുതിക്കാം. അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിട്ടു പോയതിനു ശേഷം ആ വ്യക്തിയിൽ കർത്താവിനോടുള്ള സ്തുതിയും പുകഴ്ചയും സ്തോത്രവും ഇല്ല എങ്കിൽ ആ വിട്ടുപോയ അശുദ്ധാത്മാവ് കാത്തിരിക്കുകയാണ്. ഞാൻ പോയിട്ട് 30 മാസമായി അല്ലെങ്കിൽ 40 മാസമായി, ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് നോക്കുമ്പോൾ അത് ശുദ്ധിയായിട്ട് കാലിയായി കിടക്കുന്നത് കാണുമ്പോൾ, അതായത് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നാം എല്ലായ്പ്പോഴും നീറ്റായിരിക്കും, നാം എപ്പോഴും ശുദ്ധരായിരിക്കും. എന്താണ് പറയുന്നത്? തന്നെക്കാൾ ശക്തിയേറിയ 7 ദുരാത്മാക്കളെ കൊണ്ടുവന്നിട്ട് ഹൃദയത്തിൽ വരുവാൻ ഇടയാകുമെന്നാണ്. അങ്ങനെ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തെ അവസ്ഥയേക്കാൾ വളരെ ഭീകരമായിരിക്കുമെന്നാണ് പറയുന്നത്. പുതിയ ആളുകൾ മാനസാന്തരപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നത്, പുതിയ ആളുകൾ സ്നാനപ്പെടുന്നതുമെല്ലാം വളരെ എളുപ്പമാണ്. എന്നാൽ ദൈവവചനങ്ങൾ തലമുറ തലമുറയായി കേട്ടിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരുടെ ഹൃദയങ്ങൾ കഠിനമായി പോകാനിടയുണ്ട്. ദൈവത്തിന്റെ കോപം അങ്ങനെയുള്ളവരുടെ മേൽ വരാൻ പോവുകയാണ്. കർത്താവിന്റെ പാദങ്ങളിലേക്ക് നമുക്ക് വീഴാം, നമുക്ക് അനുതപിക്കാം, നുറുക്കമുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തിലേക്ക് വരാം. വളരെ അപകടകരമായ അവസ്ഥയിലാണ് വിശ്വാസികൾ ഇന്ന് ആയിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-4 ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, തെറ്റിപ്പോയവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി സുവിശേഷം പ്രകടിപ്പിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകൾ പിന്നെ വീണുപോകാതെ, രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നവർ തെറ്റിപ്പോകാതെ, രക്ഷിക്കപ്പെട്ട ആളുകൾ ആത്മീയതയെ നഷ്ടപ്പെടുത്താതെ, രക്ഷിക്കപ്പെട്ടവർ ആത്മീയ പക്വത പ്രാപിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിൽ ദുഃഖിക്കുന്ന ദൈവദാസന്മാരെ ഇപ്പോൾ കാണുവാൻ കഴിയുന്നില്ല. പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ മാത്രം അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഇപ്പോഴും പാൽ തന്നെയാണ് കുടിക്കുന്നത് എന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ദൈവം നിങ്ങളെ രക്ഷിക്കും, ദൈവം നിങ്ങളെ വിടുവിക്കും, ദൈവം നിങ്ങൾക്ക് നല്ലത് തരും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങൾക്ക് സന്തോഷം നൽകും, സമാധാനം നൽകും എന്നൊക്കെ കൊച്ചുകുട്ടികളോട് പറയുന്ന പോലെ തന്നെ പ്രസംഗിക്കാതെ, ഒരുവൻ എന്നെ പിന്തുടരുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ പിന്തുടരട്ടെ എന്ന് കർത്താവ് പറയുവാൻ ഇടയായി. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലേക്ക് പോവുക, എന്റെ കാലടികൾ നിങ്ങൾ പിന്തുടരൂ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. നാം വളരേണ്ടത് ആവശ്യമാണ്. പൗലോസ് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും നിങ്ങളെക്കുറിച്ച് പ്രസവവേദന അനുഭവിക്കുന്നു.
സുവിശേഷ മുഖാന്തരം ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. സുവിശേഷത്തിന് വേണ്ടി ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നുവെന്ന്. നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്വരൂപം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെക്കുറിച്ച് ഞാൻ പ്രസവ വേദന അനുഭവിക്കുകയാണ്. ഒരു യഥാർത്ഥമായ ദൈവദാസന്റെ ആഗ്രഹം, ആശയെന്നത് രക്ഷിക്കപ്പെട്ട ആളുകളെ പക്വതയിലേക്ക് നടത്തുന്നതാണ്, പൂർണ്ണതയിലേക്ക് നടത്തുന്നതാണ്, വിശ്വാസത്താൽ ബലമുള്ളവരായി മാറ്റിയെടുക്കുന്നതാണ്, ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരായി മാറ്റിയെടുക്കുന്നതാണ്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ പ്രാർത്ഥനയിൽ വിശ്വാസത്താൽ ത്യാഗപൂർണമായ ജീവിതം എല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, ശീലിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാലത്ത് ആത്മീയമായി വളർന്ന് പക്വതയുള്ളവരായി മാറുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. കർത്താവ് താമസിയാതെ വരാൻ പോകുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. നമുക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു. അവന്റെ ഹിതം ചെയ്യുന്നവരായിരിക്കാം. അവന്റെ ഇഷ്ടം നമുക്ക് ചെയ്യാം. ദൈവം ചെയ്ത നന്മകൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവരോട് പറയാം. ദൈവം നിന്നെ പ്രകാശിപ്പിച്ചപ്പോൾ നിന്റെ ദീപം കട്ടിലിന്റെ കീഴിലോ പറയിൻ കീഴിലോ അല്ല വെക്കേണ്ടത്, അത് തൂണിന്മേൽ വെച്ച് നിന്റെ കർത്താവ് നിനക്ക് ചെയ്ത നന്മകളെ എല്ലാം അറിയുന്നതിന് വേണ്ടി കർത്താവിന്റെ സാക്ഷിയായി നീ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു തവണ കർത്താവ് ചെയ്ത സകല നന്മയും ഓർത്തുകൊണ്ട് അവന് സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുക. അവൻ ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് ലജ്ജിക്കാതെ മറ്റുള്ളവരോട് നിങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ദൈവത്തെക്കുറിച്ച് പറയുക. അവൻ നിന്നെ എങ്ങനെ അനുഗ്രഹിച്ചു, അവൻ നിന്നെ എങ്ങനെ ബലപ്പെടുത്തി, എങ്ങനെ നിനക്ക് സൗഖ്യം നൽകി എന്നുള്ളതെല്ലാം നമുക്ക് മറ്റുള്ളവരോട് പറയാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ലോകമോഹങ്ങളിൽ നിന്ന് വീണുപോകാതെ കർത്താവിന് വേണ്ടി ഉണർവോടുകൂടി കർത്താവിന്റെ ഹിതം അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ഇഷ്ടപ്രകാരം അവന് വേണ്ടി കാത്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ആയിരിക്കുവാൻ ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പകർന്നുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകളെക്കുറിച്ചും ഒരു നിമിഷം ഓർക്കുക. എത്രയോ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. എത്രയോ മരണകരമായ രോഗത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. എത്ര ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് നീ കരകയറി. ഞെരുക്കമുണ്ടായിരുന്ന നിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ എത്ര അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാനിടയായി. നീ ഒരുപാട് നിരാശനായിരുന്നപ്പോൾ കർത്താവ് നിന്നെ ആശ്വസിപ്പിച്ച് സന്തോഷം നൽകി ഈ നിലയിലാക്കുന്നു എന്നെല്ലാം ഓർത്തുകൊണ്ട് ആ കർത്താവിനെ സ്തുതിക്കൂ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഞങ്ങളിൽ അനേകർ നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിന്നാൽ നന്മ പ്രാപിച്ചവരാണ്. ഒരിക്കൽ കഷ്ടത്തിലായിരുന്ന ഞങ്ങളെയെല്ലാം നീ അനുഗ്രഹിച്ച് നന്മയുള്ളവരാക്കി മാറ്റി. ഒരിക്കൽ നഷ്ടത്തിലായിരുന്ന നീ ഞങ്ങളെ അനുഗ്രഹിച്ച് സമൃദ്ധിയിലേക്ക് മാറ്റി. ഒരിക്കൽ രോഗികളായിരുന്ന ഞങ്ങളോട് നീ കരുണ കാട്ടി ഞങ്ങൾക്ക് സൗഖ്യം നൽകി. ഒരിക്കൽ ഒന്നുമില്ലാതിരുന്ന ഞങ്ങളെ നീ അനുഗ്രഹിച്ച് ബലപ്പെടുത്തുവാനിടയായി. കൃതജ്ഞത ഞങ്ങൾക്ക് നൽകണമേ. നീ ചെയ്തതായ സകല നന്മകളും ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുവാനുള്ള ഭാഗ്യം നൽകണമേ. നിന്നെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഒരിക്കലും ഞങ്ങൾ ലോകത്തിന്റെ മോഹത്തിൽ വീണുപോകാൻ ഇടയാകാതെ, ഒരിക്കലും നിന്നെ വിട്ടുപിരിഞ്ഞ് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാതെ, ഒരിക്കലും നിന്നെ വിട്ടിട്ട് ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാതെ എപ്പോഴും നിനക്ക് തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പൂർണ്ണ ഹൃദയത്തോടുകൂടി, പൂർണ്ണ ബലത്തോടുകൂടി, പൂർണ്ണ ശക്തിയോടുകൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടി നിന്റെ ദൈവമായ യഹോവയെ ആരാധിക്കൂ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടിതാ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി നിന്നെ ആരാധിക്കുകയാണ്. നിനക്ക് തന്നെ ഒന്നാം സ്ഥാനം നൽകുകയാണ്. അതുകൊണ്ട് നിന്റെ അനുഗ്രഹം പ്രാപിച്ചിട്ട് മറന്നുപോയതായി നിനവേക്കാരെ പോലെ ആകാതെ ഞങ്ങളെ ജീവിക്കുവാൻ സഹായിക്കണമേ. തങ്ങളെ തന്നെ ഉയർത്തിയിട്ട് ഉണ്ടായിരുന്ന നന്മകളെ സകലതും നഷ്ടപ്പെടുത്തിയതായ ഹിസ്കിയാവിനെ പോലെ ആകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.